ഈ കർക്കിടകത്തിൽ ചോറിന് കൂട്ടാൻ ഒരു ഉലുവക്കറിയും കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മിക്കവാറും പേർക്ക് ഉലുവക്കഞ്ഞി മധുരമുള്ളതായാലും ഉപ്പ് ചേർത്തതായാലും കഴിക്കാൻ മടിയാണ് ഉലുവക്കഞ്ഞി. അങ്ങനെയുള്ളവർക്ക് ഈ കറി ഉപകാരപ്പെടും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഈ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഇത് 2-3 പേർക്ക് കഴിക്കാവുന്ന പാകത്തിനാണ് ഈ കറിയുടെ അളവ് ഞാൻ വെക്കുന്നത്. പേടിക്കണ്ട, ഉലുവയുടെ കയ്പ് അറിയില്ല. അതിന് വേണ്ട മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെളുത്തുള്ളിയും സവാളയൊന്നും ചേർക്കാത്തൊരു കറിയാണ്. ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയുള്ളിയാണ്. അത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഞാനൊരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പൊന്നിൻ്റെ നിറമാവുന്നത് വരെ ഓയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ലോയിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഇത് ഏകദേശം പാകമാകുമ്പോൾ മിഡിൽ വെച്ചിട്ട് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ കറി 2 രീതിയിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉലുവ ഇപ്പോൾ ഏകദേശം പകുതി പാകമായിട്ടുണ്ട്. നിറം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മണം നല്ല ഉലുവ റോസ്റ്റ് ആവുന്നതിൻ്റെ മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യാം, വഴറ്റാം. ഇതായപ്പോൾ ഉലുവ ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉള്ളി ഒന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാകത്തിനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഉലുവ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ, കറിയുടെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോവും. ഇനി ഫ്ലെയിം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മൺപാത്രം ആയതുകൊണ്ട് അത് ചൂട് നല്ലോണം ഹോൾഡ് ചെയ്യും. അതുകൊണ്ടാണ് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, വഴറ്റി കൊടുക്കാം, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയ ശേഷം ഫ്ലെയിം വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യാം. അത് ലോയിൽ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതാണേ. നീളത്തിലോ ചെറുതായിട്ടോ ഒക്കെ അരിയാട്ടോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തക്കാളി ചേർത്ത് ഒരു 30 സെക്കൻഡ് വഴറ്റിയ ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഉലുവ വേവേണ്ട സമയമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ തക്കാളിയും ഒന്ന് നന്നായിട്ട് വെന്തോളും. എല്ലാ ഇൻഗ്രീഡിയൻസും പ്രത്യേകിച്ച് ഉലുവ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന വിധം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാൻ പോവാണ്. ഉലുവ വെന്ത് നമുക്ക് വേണ്ട പാകത്തിനായി കിട്ടാൻ ഒരു 4-5 മിനിറ്റ് വേണ്ടി വരും. പക്ഷെ മൺപാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ചെക്ക് ചെയ്യുക, അടിയിൽ പറ്റി പിടിച്ചിട്ടില്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. വെള്ളം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇതായിപ്പം 4.5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉലുവ ചെക്ക് ചെയ്യാം. ഉലുവ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ കയ്യിൽ പിടിച്ച് സ്ക്യൂസ് ചെയ്യുമ്പോൾ അമർത്തുമ്പോൾ അതിൻ്റെ തോല് വിട്ടിട്ട് അതിനുള്ളിലുള്ളത് നന്നായിട്ട് വേവുന്ന വിധത്തിൽ ആ ഒരു ഫോമിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഉലുവ ഉടച്ച് കലക്കി എടുക്കുകയൊന്നും വേണ്ട. നമ്മൾ കൈ കൊണ്ട് സ്ക്യൂസ് ചെയ്യുമ്പോൾ ഉടഞ്ഞു കിട്ടണം. അങ്ങനെ നമ്മുടെ ഉലുവ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ്, പുളിവെള്ളം. പുളി എനിക്ക് കിട്ടിയത് കുറച്ച് നല്ല ഡാർക്കാണ്. നല്ല പുളിപ്പും ഉണ്ട്, ഒരു ചെറിയ മധുരിപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുളി എടുക്കുമ്പോൾ നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ എടുക്കുക കേട്ടോ. ഇതൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിവെള്ളം ചേർത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഒരു ചെറിയ കഷ്ണമാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് എത്ര മധുരിപ്പ് വേണം എന്നുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത്രയൊക്കെ മതി, മാക്സിമം ഇത്രയൊക്കെ മതി. അങ്ങനെ മധുരം ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഉലുവ ഒന്ന് കല്ലിച്ച് കിടക്കും, വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
പുളിയും മധുരവും ഉപ്പും ചേർത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ പുളി വെന്തിട്ടുണ്ട്, കറി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 രീതിയിൽ ഈ കറി കൂട്ടാൻ എടുക്കാമെന്ന്. ഒന്ന് ഇതാണ്, തേങ്ങ അരയ്ക്കുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു സ്റ്റേജ് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിരകിയ തേങ്ങ ഒരു 1/2 കപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതാ ഇതുപോലെ നമ്മൾ ഇപ്പോൾ അരച്ചെടുത്ത തേങ്ങ ഫ്രഷ് ആയിട്ട് തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോയിലാണ് ഫ്ലെയിം ഉള്ളത്. ഈ തേങ്ങ അരപ്പും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാവും കേട്ടോ. എന്താണെന്നറിയാമോ, അടുക്കളയിലുള്ള മണം ഇത് ഉണ്ടാക്കുമ്പോൾ ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ ചേർന്ന ഒരു അപാര ടേസ്റ്റാണ് ഈ കറിക്ക്. തേങ്ങ ചേർത്ത് കൂടെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യും. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ ഇത്, കുറച്ചൊരു കുറുകനെയുള്ള കറിയാണ്. പിന്നെ കറിയുടെ നിറം കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. അത് പുളിയുടെയും ശർക്കരയുടെയും നിറം കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുളി കുറച്ച് ലൈറ്റായിട്ടുള്ള പുളി എടുത്തു കഴിഞ്ഞാൽ ഇത്ര ബ്രൗൺ കളറ് ഉണ്ടാവില്ല. ഒരല്പം ഫ്രഷ് കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ബബിൾസ് കയറി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും തേങ്ങയ്ക്കും ഒരല്പം മഞ്ഞ നിറം പിടിച്ചിട്ടുണ്ടാവും. ഇതപ്പം താഴേന്ന് ബബിൾസ് വന്നിട്ടുണ്ട്, ചെറുതായി തിളയ്ക്കുന്നുണ്ട്. ഇത് മതി കേട്ടോ, കറിക്കും തേങ്ങയ്ക്കും മഞ്ഞ നിറം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി അടുപ്പത്തൊന്ന് വാങ്ങി വെക്കാം. കറിയിലേക്ക് താളിക്കാൻ വേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്തതിന് ശേഷം തീ ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയുള്ളി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മൂത്ത് കിട്ടണം. ഇതേപോലെ. എന്നിട്ട് തീ ഓഫാക്കി അതിലേക്ക് 3-4 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ചൂട് മതി കറിവേപ്പിലയ്ക്കും വറ്റൽമുളകിനും. കറിവേപ്പിലയും വറ്റൽമുളകും പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ ഉലുവക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ. കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് കാലത്തും ഇത് കഴിക്കാം. ശരീരത്തിന് നല്ലതേ ചെയ്യുള്ളൂ. തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർ മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതിയെന്നേ ഉള്ളൂ. ഞാനിവിടെ കാണിച്ച 2 രീതിയിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇഷ്ടപ്പെടും. ഇനി വേറൊരു രീതിയിലും കൂടി ഞാൻ ഉലുവക്കറി ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഈ റെസിപ്പിയുടെ ഹിന്റ് എവിടുന്നാ കിട്ടിയതെന്നും ഇതിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഒരു കമൻറ്റ് വീഡിയോയുടെ താഴെ ഇടണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.